അപ്പോൾ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത് ദുനിയാവിയായ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് നേരിടേണ്ടി വരും. ആ സമയത്തൊക്കെയും നാം റബ്ബിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ, എന്റെ റബ്ബ് എനിക്ക് മതിയായവനാണ്, എന്റെ റബ്ബ് എന്നെ കഷ്ടപ്പെടുത്തുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല എന്നുള്ള ഒരു അചഞ്ചലമാകുന്ന വിശ്വാസം പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ ദുനിയാവിലെ പ്രയാസങ്ങളൊന്നും ഒരു പ്രയാസമില്ല. നാം മനസ്സിലാക്കിയാൽ നമുക്ക് മുന്നേ മരണപ്പെട്ടു പോയ നമ്മുടെ പൂർവീകന്മാർ, നമ്മുടെ മഹത്തുക്കളും നമ്മുടെ മഹാന്മാരാകുന്ന അംബിയ ഔലിയാക്കൾ പോലും അള്ളാഹു നൽകപ്പെട്ട പരീക്ഷണങ്ങൾ എത്രയാണെന്ന് അറിയുമോ? അള്ളാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന, അള്ളാഹ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിരുന്ന എത്രയോ മഹാന്മാര് അവർ സഹിച്ച വേദനകൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ അതിന് കണ്ണും കണക്കുമില്ല. എന്നിട്ട് പോലും അവൻ അള്ളാഹുവിനെ മാറുവാനോ അള്ളാഹുവിനെ മാറി ചിന്തിക്കുവാനോ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് അവർ മഹാന്മാരും മഹത്തുക്കളുമായി മാറിയത്. ആ മഹാന്മാരിൽപ്പെട്ട ഒരു മഹാന്റെ ചാരത്താണ് അദ്യോതം വന്നത്. എന്നേക്കാൾ കൂടുതൽ പരിചയമുണ്ട്. എന്നാൽ എന്റെ അറിവ്, ഞാൻ അറിഞ്ഞത്, ഞാൻ കേട്ടറിഞ്ഞത് പറഞ്ഞു മനസ്സിലാക്കി തന്നത് എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ അദ്യോതം ഈ മഹാൻ ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽ അത് ചെറുതാണെങ്കിലും, നമ്മുടെ കണ്ണിൽ അത് എത്ര ഗൗരവമില്ലെങ്കിലും മഹാനരാകുന്ന ഖുതുബുസ്സമാൻ സയ്യിദ് അലവിൽ മൻഫുറമി ഖദ്ദസല്ലാഹു സുബ്റഹുൽ അസീസ്, ആ മൻഫുറത്തെ പാപയെ കുറിച്ച് മഹാന്മാർ മുഴുവൻ പറഞ്ഞത് അങ്ങ് ഖുതുബുസ്സമാനാണ്, കാലഘട്ടത്തിന്റെ അച്ചുതണ്ടാണ്. ആ കാലഘട്ടത്തില് മൻഫുറം തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തില് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഖുതുബെന്ന് പറയാൻ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഖുതുബുസ്സമാൻ സയ്യിദ് അലവിൽ മൻഫുറമി മൻഫുറം തങ്ങൾ. ആ മൻഫുറങ്ങളുടെ ഹയാത്ത് കാലത്ത് പോലും ഈ മഹാനെ സിയാറത്ത് ചെയ്യാനുള്ള വന്നിരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ പഴക്കത്തെ മഖാമാണ്, എത്രയോ പഴക്കത്തെ നമുക്ക് പറയാണ്. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാഹ് ഏകദേശം ഒരു വർഷത്തോളമായി, ഒരു വർഷത്തിനടുത്തായി ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹത്തരമാകുന്ന ഈ മജ്‌ലിസിൽ, ഈ മഖാമിൽ ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും എന്റെ പ്രിയമുള്ളവരെ എന്തൊരു സന്തോഷമാണ്. ഒരു ദിവസം നമ്മൾ ഈ മഹാന്റെ ചാരത്ത് വെച്ചുകൊണ്ട് ഒരൽപ്പം ദിക്ർ ചൊല്ലി, ഒരൽപ്പം സ്വലാത്ത് ചൊല്ലി, ഒരു അസ്മാഉൽ ഹുസ്നയൊക്കെ ചൊല്ലി എന്റെ റബ്ബിനോട്, നമ്മുടെ പടച്ച റബ്ബിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ, നമ്മുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അതിനൊപ്പത്തിന് മറുപടി കിട്ടണമെന്നില്ല, പരിഹാരം ലഭിക്കണമെന്നില്ല. പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞല്ലോ, ചോദിച്ചത് മുഴുവൻ കൊടുക്കുന്ന വീടല്ല ഈ ദുനിയാവ്, ആഗ്രഹിച്ചത് മുഴുവൻ നേടിയെടുക്കുന്ന വീടല്ല ദുനിയാവ്. ഇവിടെ നാം എത്രമാത്രം കഷ്ടപ്പെടുന്നുവോ, റബ്ബിനോട് ചോദിക്കുന്നുവോ, ഈ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം വെറുതെയാവുകയില്ല. ചോദിക്കുന്നതിനൊക്കെ പകരം അല്ലാഹു പരലോകത്ത് ഇതിനേക്കാൾ ഖൈർ നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, ഈ ദുനിയാവിയായ ജീവിതത്തിൽ ആ ഉന്നത മഹാന്മാരുമായി ബന്ധപ്പെട്ട്, മഹത്തുക്കളുമായി ബന്ധപ്പെട്ട് ആ മഹാന്മാരോട് ഒത്തിണങ്ങി നിന്നുകൊണ്ട് ആ ഉന്നത നന്മകൾ ചെയ്താൽ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത് സന്തോഷത്തോടെ, റാഹത്തോടെ ഈ ലോകത്തോട് വിട പറയാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, എങ്ങനെ നമ്മൾ ജീവിച്ചാലും ഈ ദുനിയാവ് എത്ര ചെറുതാണ്, എത്ര ചെറിയതാണ് ദുനിയാവ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ, എന്റെ സമുദായത്തിന്റെ ആയുസ് 60-നും 70-നും ഇടക്കാണ്. നൂഹ് നബിയുടെ ആയുസ് 950 വർഷം പ്രബോധനം നടത്തിയത്. 1100 വർഷം വരെ ജീവിച്ച മഹാന്മാരുണ്ടായിരുന്നു. വയസ്സാണ് 1100 വയസ്സ്. ആ മഹാന്മാരാവുന്ന മഹത്തുക്കളെ അപേക്ഷിച്ച് സാധുക്കളാവുന്ന നമുക്ക് ഏറിയാൽ 60-ഓ 70-ഓ വയസ്സ്. ഒരു 70 വയസ്സ് ജീവിക്കുന്ന നമുക്ക് എത്ര വലിയ സന്തോഷം കിട്ടിയാലും അതൊക്കെ അവസാനിക്കേണ്ടതല്ലേ, അവസാനിച്ച് നാം പോകേണ്ടവരല്ലേ. പക്ഷെ അതിന് ശേഷമുള്ള ജീവിതം, അതിനൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ ഈ 70 വയസ്സിൽ എത്ര കഷ്ടപ്പെട്ടാലെന്താ, എത്ര പ്രയാസപ്പെട്ടാലെന്താ, അതിന് ശേഷം ലഭിക്കാൻ പോകുന്ന ശാശ്വതമാകുന്ന ലോകത്തൊരു സന്തോഷം, ഒരു സന്തോഷം. അതിന് പ്രിയമുള്ളവരെ നാം ആഗ്രഹിക്കേണ്ടത് അതിനുള്ള പണിയെടുക്കേണ്ട വീടാണ് ദുനിയാവിയായ ജീവിതം. ആ ദുനിയാവിൽ അങ്ങനെ പണിയെടുത്തവരാ മഹത്വങ്ങൾ. അതിൽപ്പെട്ടൊരു മഹാനാണ് മഹാനാകുന്ന ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മൻഫുറമി ഖദ്ദസല്ലാഹു സുബ്റഹുൽ അസീസ്. കേരളക്കരയിൽ
നാനാജാതി മതസ്ഥർക്കും സുപരിചിതമാണ് ആ മക്കാം. ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി ചെല്ലുന്ന മക്കാമാണ്. എല്ലാവരും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഇന്നും ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ആ മഹാൻ ഹയാത്തോടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ആ മഹാന്മാരുമാർക്ക് മുറുകെ പിടിച്ചാൽ, അവർ കാണിച്ച വഴിയോട് സഞ്ചരിച്ചാൽ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അന്ത മഅമൻ അഹബബ്ത, ദുനിയാവിൽ നീ ആരെ സ്നേഹിച്ചു, ആരെ നീ പ്രിയം വെച്ചു, ആരുമായി ബന്ധപ്പെട്ട് ജീവിച്ചു, പരലോകത്തും നിനക്ക് അവനോടൊപ്പം ജീവിക്കാം. പ്രിയമുള്ളവർ, ഈ മഹാന്മാരൊക്കെ റബ്ബിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കുമ്പോൾ സാധുക്കളായ നാം അവരൊന്ന് സ്നേഹിച്ചാൽ, ഒന്ന് ബന്ധപ്പെട്ടാൽ, അവരുമായി ഒരു കണക്ഷൻ ഉണ്ടായാൽ, പ്രിയമുള്ളവരെ, നാളെ സ്വർഗ്ഗത്തിൽ ഈ മഹാന്മാരോടൊപ്പം ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്കൊരു ഭാഗ്യം നൽകുമെങ്കിൽ അത് തന്നെയാണ് ഈ സ്വലാത്ത് മജ്‌ലിസ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ദുന്യവിയായ കാര്യങ്ങൾ നടക്കണം, അതിനേക്കാൾ അപ്പുറം പരലോകത്തെ ഗുണം ലഭിക്കണം, ഈമാനുള്ള മരണം ലഭിക്കണം. ഉമ്മമാരെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണ്. മലക്കുൽ മൗത്ത് അസ്റായിൽ നേരിട്ട് കാണേണ്ടവരാണ്. ഖബറാകുന്ന വീട്ടിലേക്ക് നമ്മൾ മയ്യിത്ത് വെക്കേണ്ടതാണ്. ആ ഖബറിലേക്ക് മയ്യിത്ത് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന സംഭവങ്ങൾ, എന്റെ പ്രിയമുള്ളവരെ, ഖിയാമത്ത് നാൾ വരെ അനുഭവിക്കേണ്ടവരാണ്. ആ ബർസഖിയായ ജീവിതത്തിന്റെ ആദ്യത്തെ വീടാകുന്ന ഖബർ, അത് സന്തോഷകരമാകാൻ, ആ യാത്ര എളുപ്പമാകാൻ, അതിലൊരു സന്തോഷം ലഭിക്കാൻ ഈ ദുന്യവിയായ ജീവിതത്തിൽ ആ ഉന്നത നന്മകൾ ചെയ്യുക. ഇന്ന് നമ്മൾ ചൊല്ലിയ അസ്മാഉൽ ഹുസ്ന, സ്വലാത്തുൽ നാരിയ, സൂറത്ത് യാസീൻ, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഇഖ്ലാസ്, അതൊക്കെ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ള ആരാധനകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ സ്വീകരിച്ച് ഈ മഹാനോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ സാധുക്കളായ നമുക്ക് അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടാതെ ഇൻഷാ അല്ലാഹ് ഇതിനോട് ചുറ്റുപറ്റി ഒരുപാട് ആളുകൾ നമ്മൾ വിട പറഞ്ഞു പോയിട്ടുണ്ട്. എത്രയോ ആളുകൾ ഈ അടുത്തും എല്ലാതെയും നമ്മൾ വിട പറഞ്ഞു പോയ ആളുകളുണ്ട്. അത് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ഉപ്പമാരുണ്ട്, നമ്മുടെ വല്യപ്പന്മാരുണ്ട്, നമ്മുടെ ഉമ്മമാരുണ്ട്, നമ്മുടെ സഹോദരന്മാരുണ്ട്. അവരൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഫാത്തിഹ ഓതി തങ്ങളുടെ ഒരു ബറക്കത്തിന് വേണ്ടി മാത്രം ഒരു ബൈത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.